everyone, welcome back to Tell Me Story. യുകെയിലോട്ടേക്ക് സ്റ്റഡി വിസയിലോ അല്ലെങ്കിൽ വർക്ക് വിസയിലോ വരാനിരിക്കുന്ന ആൾക്കാർ ഏകദേശം വിസ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞു വരാനുള്ള കാര്യങ്ങളെല്ലാം കൺഫേം ആയെങ്കിൽ പിന്നെയുള്ളൊരു മേജർ കൺസേൺ അല്ലെങ്കിൽ വറി എന്ന് പറയുന്നത് ഇവിടെ ഒരു അക്കോമഡേഷൻ എങ്ങനെ സെറ്റ് ആക്കാന്നുള്ളതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഡിഫിക്കൽട്ടി ഇല്ലായിരുന്നു നമുക്കൊരു വീട് കണ്ടുപിടിക്കാനായിട്ട്. ഈവൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങളിവിടെ സ്കോട്ട്ലൻഡിലെ അബഡിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അബഡിയിലോട്ടേക്ക് സ്റ്റുഡൻസ് ഒക്കെ വരാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു അസോസിയേഷൻ ത്രൂ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ത്രൂ ഒക്കെ ഒരു വീട് കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, സിറ്റുവേഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയി. കാരണം എന്താ വെച്ചാൽ ഒത്തിരി സ്റ്റുഡൻസ് ഓരോ വർഷം വരുന്നുണ്ട്. ഇപ്പോൾ മലയാളീസിൻ്റെ തന്നെ വീടുകളില്ല അങ്ങനെ കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് അവർക്ക് പറയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ലാൻഡ് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ത്രൂ നിങ്ങൾ ആദ്യം എടുക്കുക, അങ്ങനത്തെ രീതിയിലോട്ടേക്കൊക്കെ വിടേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാട്ടിൽ നിന്ന് ഒരാൾ വരുമ്പോൾ അവർക്ക് കുറേ ഡൗട്ടുകളുണ്ട്. നാട്ടിലെ രീതി അല്ലല്ലോ ഇവിടെ ഫോളോ ചെയ്യുന്നത്, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തെ വീടുകളായാലും കുറേ ഇപ്പോൾ ടെറസ്ഡ് ഹൗസ്, ടെറസ്, അങ്ങനെ പല പല പേരുകൾ കേൾക്കുമ്പോൾ തന്നെ കൺഫ്യൂഷൻ. ഇത് എന്ത് എടുക്കണം, ഏതൊക്കെ രീതിയിൽ എടുക്കണം, കൗൺസിൽ ടാക്സ്, കുറേ ബിൽസിൻ്റെ കാര്യങ്ങൾ പറയുന്നു, കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുകെയിൽ എങ്ങനെ ഒരു വീട് റെൻറ്റിന് എടുക്കാം, ഒരു വീട് റെൻറ്റിന് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, പ്രൈവറ്റ് ത്രൂ എടുക്കാം, അതുപോലെ തന്നെ എസ്റ്റേറ്റ് ഏജൻസീസ് ത്രൂ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. യുകെയിൽ നിങ്ങളൊരു വീട് റെൻറ്റിന് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ വൺസ് ഇപ്പോൾ NHS ത്രൂ നഴ്സിംഗ് പ്രൊഫഷനൊക്കെ ആണെങ്കിൽ NHSൽ വരണമെങ്കിൽ ഫസ്റ്റ് 3 months അക്കോമഡേഷൻ, ടെമ്പററി അക്കോമഡേഷൻ NHS നമുക്ക് തരും. അതിന് 3 months കഴിഞ്ഞ് നമ്മൾ ഷിഫ്റ്റ് ചെയ്താൽ മതി. പക്ഷെ ആ 3 months കഴിഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയാൽ പോലും നിങ്ങൾ വീട് മൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾക്കൊരു വീട് റെന്റിന് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് പ്രൈവറ്റ് ലാൻഡ് ലോഡ്സ് ത്രൂവും, പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റ് ഏജൻസി ത്രൂ ആണ്. പ്രൈവറ്റ് ലാൻഡ് ലോഡ്സ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ യുകെയിൽ ഉണ്ടെങ്കിൽ അവർ ത്രൂ നമുക്കൊരു വീട് സെറ്റാക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അതാണ് കുറച്ചും കൂടി എപ്പോഴും നല്ലത്. കാരണം റെൻറ്റ് കുറച്ച് കുറവായിരിക്കാം കമ്പാരിറ്റീവ്ലി. ഏജൻസി ത്രൂ എടുക്കുന്നതിലും റെൻറ്റ് കുറച്ചുകൂടെ കുറവായിരിക്കാം. പിന്നെ പൊതുവേ നമ്മുടെ മലയാളീസൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രൈവറ്റ് ലാൻഡ് ലോഡ്സ് ചിലപ്പോൾ കോൺട്രാക്റ്റ് അങ്ങനെ പറയത്തില്ല. അപ്പോൾ 6 month കോൺട്രാക്റ്റ് ഒന്നും നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. ചിലവരാണെങ്കിൽ ഡെപ്പോസിറ്റും ചോദിക്കത്തില്ല. അതൊക്കെ ഓരോ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്ത് വേര് ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും കുറച്ചുകൂടെ നല്ലത് പ്രൈവറ്റ് ലാൻഡ് ലോഡ്സ് ആണ് എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ കേട്ടോ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. കാരണം നമ്മളിപ്പോൾ പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ചിലപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാരൊന്നും ചിലപ്പോൾ കാണണമെന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എസ്റ്റേറ്റ് ഏജൻസീസ് ആണ്. സ്റ്റുഡൻസിൻ്റെ കേസിലാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 6 months യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ എടുക്കുന്നതായിരിക്കും. കാരണം നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് ഒരു എസ്റ്റേറ്റ് ഏജൻസി ത്രൂ ഒരു അക്കോമഡേഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളല്ല, എന്നാൽ പോലും അവർ കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ചില കേസസിൽ അത് കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ഫസ്റ്റ് 6 months എടുക്കുക. ഈ 6 monthsനുള്ളിൽ ചില യൂണിവേഴ്സിറ്റീസ് 3 months കോൺട്രാക്റ്റിലും അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം യൂണിവേഴ്സിറ്റീസ് മിനിമം 6 months എടുക്കാൻ പറയും. അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മിനിമം എത്ര കിട്ടുന്നോ അത്രയും നിങ്ങൾ എടുക്കുക. എന്നിട്ട് അവിടെ വന്ന് ഫസ്റ്റ് 6 monthsനുള്ളിൽ നിങ്ങൾക്ക് ആ ഏരിയ ഒക്കെ ഒന്നൊരു പരിചയമാവുമല്ലോ. അതുപോലെ തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റും. ഇവിടുത്തെ NIMB ബയോമെട്രിക് കാർഡും, അതായത് അഡ്രസ് പ്രൂഫ് കാര്യങ്ങൾ, GP രജിസ്ട്രേഷൻ, എല്ലാ കാര്യങ്ങളും കിട്ടുന്നതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് ഏജൻസി ത്രൂ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് വീട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വീട് എടുക്കണമെന്നുണ്ടെങ്കിൽ പല വെബ്സൈറ്റുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ പ്രൈവറ്റ് ലാൻഡ് ലോഡ്സിൻ്റെ നമ്മൾക്കിപ്പോൾ നമ്മുടെ പരിചയത്തിൽ റിലേറ്റീവ്സ് ആരും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പ്രൈവറ്റ് ലാൻഡ് ലോഡ്സിന് നമുക്ക് എടുക്കാൻ പറ്റും. ഗംട്രീ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ലാൻഡ് ലോഡ്സും വീടുകൾ അവിടെ ഇട്ടിട്ടുണ്ടാവും, ഡയറക്റ്റ് ഇട്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് ആ വീടുകൾ കാണുമ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരെ ഡയറക്റ്റ് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടായാലും നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ചീപ്പായിട്ട് കിട്ടും. സോ നിങ്ങളൊരു എസ്റ്റേറ്റ് ഏജൻസി ത്രൂ ആണോ വീട് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഇപ്പോൾ 1 bedroom ഫ്ലാറ്റിന് ഏത് ലൊക്കേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ വെച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 bedroom ഫ്ലാറ്റിൻ അബഡീൻ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അബഡീനിലുള്ള എല്ലാ ഫ്ലാറ്റുകളുടെയും ലിസ്റ്റ് അങ്ങ് വരും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ
ഇവിടുത്തെ മേജർ വെബ്സൈറ്റിലേക്കായിരിക്കും പോകണേ. ഇവിടുത്തെ മെയിൻസ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അബർഡീനിൽ എന്ന് പറയുമ്പോൾ സൂപ്ലയും റൈറ്റ് മൂവ് ഒക്കെ ഓൾ ഓവർ UK ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റുകളാട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ സൂപ്ലയിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെജോറിറ്റി, അതായത് ഏത് വീട് റെന്റിന് ഇട്ടാലും ആ സൈറ്റുകളിലൊക്കെ വരും. റൈറ്റ് മൂവിലും സൂപ്ലിയിലൊക്കെ വരാറുണ്ട്. ഈ അബർഡീൻ ഏരിയയിലൊക്കെയാണ് ഈ ASPC, അങ്ങനെ ചില സ്ഥലത്ത് ആ സിറ്റീനെ ബേസ് ചെയ്തിട്ട് പർട്ടിക്കുലർ വെബ്സൈറ്റുകൾ കാണും. അപ്പോൾ നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴേക്കും കുറേ വെബ്സൈറ്റുകൾ വരും. അപ്പോൾ ആ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾക്ക് വേണ്ട ആവശ്യമുള്ള വീടുകൾ, അതായത് ഇപ്പോൾ 2 bedroom ആണ് വേണ്ടെങ്കിൽ 2 bedroom ഫ്ലാറ്റ്സ് അല്ലെങ്കിൽ 2 bedroom ഹൗസ് എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വീടുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഫ്ലാറ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലാറ്റ് കണ്ടിട്ട് നമ്മൾ അത് കയറി നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഫർണിഷ്ഡ് ആണോ അൺഫർണിഷ്ഡ് ആണോ എന്നാണ്. നമ്മൾ ചിലപ്പോൾ റെൻറ്റ് കുറവാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം ചാടി കയറി അത് എടുത്താലോ എന്നൊക്കെ വിചാരിക്കും. പിന്നീടായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് അത് അൺഫർണിഷ്ഡ് ആണ്. അപ്പോൾ ഞങ്ങളൊക്കെ ആദ്യം എടുക്കുന്ന സമയത്ത് ഈ അൺഫർണിഷ്ഡ് ഫ്ലാറ്റ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു അത് എന്നാ സംഭവം എന്നൊക്കെ. പകുതി സാധനങ്ങളും കാണത്തില്ല, പകുതി എന്നല്ല, ഇപ്പോൾ സോഫ കാണത്തില്ല, ബെഡ് കാണത്തില്ല, ടേബിൾ കാണത്തില്ല, ആകെ കാണുന്ന ആ വീടുണ്ടാവും, പിന്നെ നമുക്ക് സ്റ്റൗ ഉണ്ടാവും. ചിലവിടെ ഫ്ലാറ്റുകളിലൊക്കെ അൺഫർണിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടാവും, ചിലയിടത്ത് അതും കാണത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഒന്നിൽ നിന്ന് വാങ്ങേണ്ടതായിട്ട് വരും. ഇപ്പോൾ സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വർക്ക് വിസിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും റെൻറ്റിന് എടുക്കുമ്പോൾ ഫർണിഷ്ഡ് ഫ്ലാറ്റ് എപ്പോഴും എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് പിന്നീട് എവിടേക്ക് വേണം മൂവ് ചെയ്യണേ, എവിടെയാണ് സെറ്റിൽ ആവണേന്ന് നമുക്ക് തന്നെ അറിയത്തില്ലല്ലോ. അപ്പോൾ ഇൻ കേസ് നമ്മൾ പിന്നീട് ഒരിക്കൽ എവിടേക്കെങ്കിലും മൂവ് ചെയ്യേണ്ടത് വന്നു, നമുക്ക് കിട്ടുന്ന ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫർണിഷ്ഡ് ഫ്ലാറ്റ് കിട്ടണമെങ്കിൽ ലാൻഡ് ലോഡ്സ് ചിലപ്പോൾ നല്ല ഒറ്റ ലാൻഡ് ലോഡ്സും ഫർണിഷ്ഡ് ഫ്ലാറ്റ് ആണെങ്കിൽ വേറെ ഫർണിച്ചറോ കാര്യങ്ങളോ കയറ്റാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ അൺഫർണിഷ്ഡ് ഫ്ലാറ്റിൽ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ ഒന്നുകിൽ കളയേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പിന്നീട് മാർക്കറ്റ് പ്ലേസിലൊക്കെ ഇട്ട് ചീപ്പായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു വേസ്റ്റ് ഓഫ് മണിയാണ്, വേസ്റ്റ് ഓഫ് ടൈമാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഫർണിഷ്ഡ് ഫ്ലാറ്റ് നോക്കുക. കാരണം അൺഫർണിഷ്ഡ് ചിലപ്പോൾ റെൻറ്റ് കുറവായിരിക്കും, അപ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയാതെ ചിലപ്പോൾ എടുത്തുനിന്ന് വരും. അപ്പോൾ ഫർണിഷ്ഡ് ഫ്ലാറ്റ് ആണോ നമ്മൾ നോക്കണം. പിന്നെ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളിപ്പോൾ ഫ്ലാറ്റിൻ്റെ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ വീടുകളുണ്ട്. വീടുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടെറസ്ഡ് ഹൗസ് ഉണ്ട്, എൻഡ് ടെറസ് ഉണ്ട്, സെമി ഡിറ്റാച്ച്ഡ് ഉണ്ട്, ഡിറ്റാച്ച്ഡ് ഹൗസ് ഉണ്ട്, ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ട് ബംഗ്ലാവ് പോലത്തെ വീടുകളുണ്ട്. ഇപ്പോൾ ടെറസ്ഡ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ നിരയിൽ ഇപ്പോൾ ഒരു 10-20 വീടുകളായിരിക്കും. അതായത് എന്നാ പറയുക, ഇപ്പോൾ ഇങ്ങനെ നിരന്ന വീടുകളായിരിക്കും. എല്ലാത്തിനും ചുമരുകൾ സെപ്പറേഷൻ കാണത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇതൊരു റൂമാണെങ്കിൽ അപ്പുറത്തെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വീടായിരിക്കും അത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സംസാരിക്കുന്നത്, ഇപ്പം നമ്മൾ ഒത്തിരി ഒച്ചയിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അത് അപ്പുറത്തെ വീട്ടുകാർക്ക് ശരിക്കും കേൾക്കാൻ പറ്റും. ചുമരുന്നൊരു മുട്ടൊക്കെ വരും ചിലപ്പോൾ. അത് നമ്മുടെ നെയ്ബേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പ്രത്യേകിച്ച് അതിൽ നമുക്ക് കൂടുതലും ഡിസഡ്വാൻറ്റേജ് വരുന്നത് ഇപ്പോൾ പിള്ളേരൊക്കെയുള്ള ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ താമസിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ പിള്ളേരെ എപ്പോഴും ബഹളമൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇവിടുത്തെ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ചില ആൾക്കാരുണ്ട്, സൗണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. എന്നാൽ പോലും ചിലവർക്ക് അത് ഇഷ്ടമല്ല. 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് അവർക്കൊട്ടും ഇഷ്ടമല്ല. അപ്പോൾ അത് ചിലപ്പോൾ കംപ്ലൈൻറ്റും പ്രോബ്ലം ഒക്കെ ഉണ്ട്. അപ്പോൾ ടെറസ്ഡ് ഹൗസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. പക്ഷേ കുറച്ചുകൂടെ റെൻറ്റ് ചീപ്പായിരിക്കും നമുക്ക് ഹൗസായിട്ട് കിട്ടുകയാണെങ്കിൽ ടെറസ്ഡ് ഹൗസ്. ഇനി സെമി ഡിറ്റാച്ച്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വീട് ചേർന്നിട്ടായിരിക്കും ഇരിക്കുന്നത്. 2 വീട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മുറ്റോ അല്ലെങ്കിൽ ഒരു മതിലോ കാണും, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും 2 വീട്, അങ്ങനെ 2 വീട് ചേർന്നിട്ടുള്ളത്. ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വീടായിരിക്കും, അതിൻ്റെ തൊട്ട് ചേർന്നിട്ട് വീടുകൾ കാണത്തില്ല. അങ്ങനെയുള്ള വീടുകളാകുമ്പോൾ നമുക്ക് വേറെ പുറമേ നിന്ന് ശല്യങ്ങളൊന്നും കാണത്തില്ല. നമ്മൾ എത്ര സൗണ്ട് ഉണ്ടാക്കിയാലും പുറത്തേക്ക് അത് പോകത്തുമില്ല. പക്ഷേ ഡിറ്റാച്ച്ഡ് ഹൗസിന് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. ബംഗ്ലാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ നിലയുള്ള ഒരൊറ്റ വീടായിരിക്കും. അതും വാടകയ്ക്ക് എടുക്കുമ്പോൾ, റെൻറ്റിന് എടുക്കുമ്പോൾ സാധാരണ എല്ലാവരും ബംഗ്ലാവോ അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ഹൗസ് അങ്ങനെ പോകത്തില്ല. കാരണം അത് റെൻറ്റ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. പിന്നെ ഈ വീട് എടുക്കുമ്പോൾ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൗൺസിൽ ടാക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പോൾ കൗൺസിൽ ടാക്സിൽ ഇങ്ങനെ ഓരോ ബാൻഡാണ്, ബാൻഡ് A, ബാൻഡ് B, ബാൻഡ് C എന്ന് പറഞ്ഞിങ്ങനെ ഓരോ ബാൻഡ് ഇങ്ങനെ പോവുക ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഹൗസിൻ്റെ റാങ്ക് കൂടുന്ന അനുസരിച്ചിട്ട് ഈ കൗൺസിൽ ടാക്സും അങ്ങ് കയറും. ഇപ്പോൾ ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കൗൺസിൽ ടാക്സ് കയറും. സെമി ഡിറ്റാച്ച്ഡ് എന്ന് പറയുമ്പോഴും കുറച്ച് കൂടുതലായിരിക്കും. അന്ന് ടെറസ്ഡ് ഹൗസിന് കൗൺസിൽ ടാക്സ് കുറവായിരിക്കും.
ഇത് ഹൗസിന്റെ വലിപ്പം അനുസരിച്ച് തന്നെയല്ല കേട്ടോ കൗൺസിൽ ടാക്സ് എടുക്കുന്നത്. ഇപ്പോൾ റൂമിന്റെ എണ്ണം അനുസരിച്ചിട്ട്, അതുപോലെ ചില ഏരിയ അനുസരിച്ചിട്ടൊക്കെ കൗൺസിൽ ടാക്സ് കൂടും. ഇപ്പം നല്ല സ്കൂളുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൗൺസിൽ ടാക്സ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ വീട് എടുക്കുമ്പോൾ കൗൺസിൽ ടാക്സ് അവർ അതിനകത്ത് പറയുന്നുണ്ടാവും, കൗൺസിൽ ടാക്സ് ഏത് ബാൻഡ് എന്ന് പറയുന്നുണ്ടാവും. നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, വീട് നല്ലതാണ്, ഫർണിഷ്ഡ് ആണ്, എല്ലാം ആണ്, പക്ഷെ കൗൺസിൽ ടാക്സ് കുറവാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ മോശമാണ്. ചില ആൾക്കാരെന്ന് വെച്ചാൽ വീട് റെന്റിന് പോകത്തില്ല, ചില ഏരിയ പൊട്ട ഏരിയാസ് ആയിരിക്കും, അപ്പോൾ വീട് റെന്റിന് പോകാത്തതുകൊണ്ട് അവർ വീട് നല്ല ഭംഗിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കും, എന്നിട്ട് അത് റെന്റിന് കൊടുക്കും. പക്ഷെ അപ്പോൾ അത് ആ ഏരിയ അനുസരിച്ചിട്ടും ചിലപ്പോൾ കൗൺസിൽ ടാക്സിന്റെ ബാൻഡ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒത്തിരി ഹൈ ഉള്ളത് ലോ എടുക്കാതെ ഒരു മീഡിയം ലെവലിൽ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഹൈ എടുക്കുകയാണെങ്കിലും അതൊരു വേസ്റ്റ് ഓഫ് മണി അല്ലേ, കാരണം ഇത് റെന്റ് ആണ്. അപ്പോൾ മാസം ഒരു 70,000 അല്ലെങ്കിൽ 80,000 രൂപ റെന്റ് അടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര നമുക്ക് വേസ്റ്റ് ഓഫ് മണിയാണത്. അതുപോലെ തന്നെ റെന്റ് മാത്രമല്ല, കൗൺസിൽ ടാക്സ് വരുന്നുണ്ട്, വേറെ ബിൽസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ നമ്മൾ കണക്ക് കൂട്ടണം ഒരു വീട് എടുക്കുമ്പോഴെന്ന് പറയുമ്പോഴേ. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ടോ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു കാറുള്ള ഒരാളാണെങ്കിൽ ഡ്രൈവേ ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പം ഫ്ലാറ്റ് ആണെങ്കിൽ പോലും ഒരു ഫ്ലാറ്റിൽ നമുക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ റോഡിൽ ഇടേണ്ടതായിട്ട് വരും. ഇപ്പം വീടാണെങ്കിൽ ഡ്രൈവേ ഉണ്ടോ എന്ന് നോക്കുക. ഡ്രൈവ് ഇല്ലാത്ത വീടാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ റോഡിലായിരിക്കും പാർക്കിംഗ് ഇടേണ്ടത്. അപ്പോൾ ചില കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ പാർക്കിംഗ് ഇടണമെന്ന് പറഞ്ഞാൽ പോലും അതിന് നമ്മൾ പാർക്കിംഗ് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വരും. അത് നമുക്ക് ഇയർലി ആയിരിക്കാം ചിലപ്പോൾ പാർക്കിംഗ് ടിക്കറ്റ് നമുക്ക് 2 പാർക്കിംഗ് ടിക്കറ്റ് ആയിരിക്കും ഒരു വീട്ടിൽ കിട്ടുന്നത്, 2 കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പാർക്കിംഗ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ചാർജ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഓരോ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ പാർക്കിങ്ങിൻ്റെ കാര്യം ഏജൻസി ത്രൂ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ലാൻഡ് ലോഡ് ത്രൂ ആണെങ്കിലും അതൊന്ന് മേക്ക് ഷുവർ ചെയ്യുക നിങ്ങൾ എവിടെ കാർ പാർക്ക് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് സ്റ്റുഡൻസ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാർ കാണത്തില്ല, ഇൻ ഫ്യൂച്ചറിൽ കാർ വാങ്ങിച്ചാൽ പോലും അത് പാർക്ക് ചെയ്യണമല്ലോ. ഇവിടെ അതും ഒരു വറിയിങ് പ്രോബ്ലം ആണ്. ഡ്രൈവ് ഇല്ലാത്ത വീടുകളാണെങ്കിൽ പാർക്കിംഗ് നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ കുട്ടികളുള്ള ആൾക്കാരാണെങ്കിൽ സ്കൂളിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം നാട്ടിലെ പോലെ ഇവിടെ സ്കൂൾ ബസ്സോ കാര്യങ്ങളൊന്നും ഇല്ല. കൂടുതലും സ്കൂൾ ബസ്സുകളുള്ള സ്കൂളുകൾ ഉണ്ട് കേട്ടോ, എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ അതും കുറച്ച് എക്സ്പെൻസീവ് ആണ്, സ്കൂൾ ബസ് ഉണ്ടെങ്കിൽ തന്നെ അത് എക്സ്പെൻസീവ് ആണ്. അപ്പം നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്കൂളിന് അടുത്ത് വീട് കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത് ഏകദേശം ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം, ഒരു 10 മിനിറ്റിന് താഴെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. കാരണം ഇവിടെ ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് നടക്കാനുള്ളെന്ന് പറഞ്ഞാൽ പോലും വിൻ്ററിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആവും. കാരണം നല്ല തണുപ്പായിരിക്കാം, പിന്നെ കാറ്റ് നന്നായിട്ടുണ്ടാവും, മഴ, ഇതൊക്കെ നമ്മൾ പിന്നെ നടന്നാൽ പോലും പിള്ളേരെയും കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പം സ്കൂളിന് അടുത്തുള്ള ഓരോ വീട് എടുക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. സ്കൂളിൽ തന്നെയായാലും നമ്മൾ ക്വാളിറ്റി, അതായത് സ്കൂളിനെ പറ്റിയുള്ള റിവ്യൂ ഗൂഗിളിൽ അടിച്ചു നോക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ഇവിടെ വന്ന് നിങ്ങൾക്ക് ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് പരിചയമാവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ആ ഏരിയനെ പറ്റി അന്വേഷിക്കുമല്ലോ, ആ കൂട്ടത്തിൽ സ്കൂളിനെ പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. നല്ല സ്കൂൾ നോക്കിയിട്ട്, നല്ല സ്കൂളിൻ്റെ ഏരിയ നോക്കിയിട്ട് മാക്സിമം ഇവിടുത്തെ എല്ലാ സിലബസൊക്കെ എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ടീച്ചിങ് സ്റ്റൈലൊക്കെ ചില സ്കൂളിൽ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്കൂളിന് റാങ്കിങ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ സ്കൂളിൻ്റെ റാങ്കിങ് നോക്കിയിട്ടായാലും നല്ല സ്കൂൾ നോക്കിയിട്ടുള്ള ഒരു വീട് എടുക്കുക. അതുപോലെ തന്നെ ചില ലാൻഡ്ലോഡ്സ് പെറ്റ്സ് അലൗഡ് അല്ല. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പെറ്റ്സ് ആയിട്ട് വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലവരത് അലോ ചെയ്യത്തില്ല. അത് ഓൾറെഡി ആ വീട് എടുക്കുന്നതിൻ്റെ അവരുടെ ഡീറ്റെയിൽസിൻ്റെ ഉള്ളിൽ തന്നെ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഏജൻസിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും. ചില ലാൻഡ് ലോഡ്സ് കുട്ടികളുള്ളവർക്ക് കൊടുക്കത്തില്ല, ചിലർ സ്റ്റുഡൻസിനും കൊടുക്കത്തില്ല. അപ്പോൾ ഓരോ ലാൻഡ് ലോഡ്സിന് അവരുടേതായ കുറേ ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പം നാട്ടിൽ നിന്നൊക്കെ നമ്മൾ സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്തൊക്കെ ആയിരിക്കുമല്ലോ വീടൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലർ വിചാരിക്കുമല്ലോ ഇപ്പോൾ 3 ബെഡ്റൂം ഹൗസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഷെയർ എഴുതി നിൽക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ചില ഓരോ ഷെയറിങ്ങും അലോ ചെയ്യത്തില്ല. ചില ലാൻഡ് ലോഡ്സിന് അത് പ്രോബ്ലം ഉണ്ടാവത്തില്ല, ചിലവരത് അലോ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ പറയാതെ നമ്മൾ ചെയ്യരുത്. ഇപ്പോൾ വൺസ് ഒരാളുടെ പേരിലെടുത്തു, പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരാളെ ഷെയറിങ്ങിന് ചേർക്കുകയാണെങ്കിൽ പിന്നീടാണ് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ നമ്മൾ അവരെ ഇൻഫോം ചെയ്യണം. അവരുടെ പെർമിഷനോട് കൂടെ അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് അലോ ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾക്ക് PR ഒന്നും ആയിട്ടില്ല, വേറൊരു വിസയിലാണ് പറഞ്ഞത്. നമ്മൾ മാക്സിമം പ്രോബ്ലംസ് ഇഷ്യൂസ് ഇല്ലാതെ ഇരിക്കാൻ നോക്കുക. ഒരു വീട് എടുക്കുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു വീട് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗൂഗിൾ ത്രൂ ഒക്കെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാമെന്ന്. അതുകൂടാതെ നിങ്ങളിപ്പോൾ UK ഇവിടെ ഇത് കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് പല ബോർഡുകൾ കാണാൻ പറ്റും. ടു ലെറ്റ് എന്നും പറഞ്ഞിട്ട് ഓരോ ബോർഡുകൾ കാണാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ഫോൺ നമ്പർ നമ്മൾ നോട്ട് ചെയ്തിട്ട് അവരെ കോൺടാക്ട് ചെയ്താലും മതി.
ഇനിയിപ്പോൾ ഗൂഗിളിൽ ത്രൂ ആണ് നമ്മൾ എടുക്കണമെങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു വീട് എല്ലാ ക്രൈറ്റീരിയാസും കാര്യങ്ങളെല്ലാം നമ്മൾ വായിച്ച് നോക്കി നമ്മൾ ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ അവരവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കോണ്ടാക്ട് ഏജൻസി അല്ലെങ്കിൽ കോണ്ടാക്ട് ലാൻഡ് ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സെക്ഷനിൽ പോയിട്ട് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ എന്നിട്ട് വ്യൂവിങ്ങിന് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണം. ഇവിടെ വ്യൂവിങ് അത് വീട് കാണാനായിട്ട് നമ്മൾ എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ല. സാധാരണ ഏജൻസീസിനൊന്നും ഇല്ല. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ ഏജൻസീസ് ചാർജ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഏജൻസീസിനൊന്നും വ്യൂവിങ്ങിന് ചാർജ് ഒന്നുമില്ല. അപ്പം നമുക്ക് അതായത് നമ്മളൊരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് ഈ ഏജൻസിയുടെ ഒരാൾ നമ്മുടെ കൂടെ വരും, എന്നിട്ട് നമുക്ക് വീട് പോയി കാണാം. വീട് പോയി കാണുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അവർ ഡീറ്റെയിൽസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ 1 ബെഡ്റൂം ആണോ 2 ബെഡ്റൂം ആണോ, പാർക്കിംഗ് അത് ഡ്രൈവ് ഉണ്ടോ ഇല്ലയോ, പിന്നെ ചില വീടുകളായിട്ടാണെങ്കിൽ ചിലപ്പോൾ ഗരാജ് ഉണ്ടാവും, ചിലയിടത്ത് ബാക്ക് ഗാർഡൻ ഉണ്ടാവും. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഗാർഡൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണല്ലോ. ഫ്ലാറ്റുകളിൽ ചിലപ്പോൾ കോമൺ ഗാർഡൻ ആയിരിക്കും ഉള്ളത്. അപ്പം വീട് കാണാൻ പോകുമ്പോൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഒന്നുകൂടെ മേക്ക് ഷ്യൂർ ചെയ്യുക. ഇപ്പോൾ പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും എത്ര കാറ് പാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താ പറയുക, ടെറസ്ഡ് ഹൗസ് ആണെങ്കിൽ ചിലപ്പോൾ പാർക്കിംഗ് ഏരിയ കോമൺ ആയിരിക്കാം. അപ്പം ഒരു വീട്ടുകാർക്ക് ഒരു കാറാണ്, അങ്ങനെ എങ്ങനെയൊക്കെയാണ് റെസ്ട്രിക്ഷൻ ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ വ്യൂവിങ്ങിന് വരുമ്പോൾ ആ ഏജന്റിനോട് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ ചില വീടുകൾക്ക് ഗാർഡൻ ഉണ്ടാവും. അതായത് ഇപ്പം ടെറസ്ഡ് ഹൗസ് അല്ലെങ്കിൽ സെമി ഡിറ്റാച്ച്ഡ് ഹൗസുകളൊക്കെ ആണെങ്കിൽ വിൽക്കുന്നതിന് ഗാർഡൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഗാർഡൻ ഉള്ളതാണെങ്കിൽ അതിൻ്റെ ബൗണ്ടറി, ചിലപ്പോൾ ബൗണ്ടറി നമുക്ക് കാണാൻ പറ്റും തിരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക. പിന്നെ ഗാർഡൻ്റെ വർക്കുകളൊക്കെ നമ്മളാണോ ചെയ്യേണ്ടത് അതേ ലാൻഡ് ലോഡാണോ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയണം. കാരണം ചിലപ്പോൾ നമ്മൾ ഗാർഡൻ മെയിൻറ്റെയിനിങ്ങിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് വീട് എടുക്കുമ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്കൊരു ഡെപ്പോസിറ്റ് എമൗണ്ട് നമ്മുടെ നിന്ന് വാങ്ങുമല്ലോ. അപ്പോൾ ആ ഡെപ്പോസിറ്റിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുല്ലൊന്നും വീട്ടിയില്ല, വൺസ് നമ്മൾ ഇത് വെക്കേറ്റ് ചെയ്യേണ്ട സമയം വരുമ്പോൾ അവർ ഈ ഡെപ്പോസിറ്റിൽ നിന്ന് ഇത്ര എമൗണ്ട് നമ്മുടെ നിന്ന് വാങ്ങും. അത് ഗാർഡൻ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ ഇത്ര എമൗണ്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വാങ്ങും. അപ്പോൾ അതൊക്കെ നമ്മൾ മേക്ക് ഷ്യൂർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബിന്ന് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്നൊക്കെയാണ് ബിന്ന് എടുക്കാൻ വരണേ, അത് നമ്മൾ കോമൺ ബിന്നാണോ, അതായത് ഫ്ലാറ്റുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു കോമൺ ബിന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഓരോ ബിന്നായിരിക്കും. അപ്പം വേസ്റ്റ് ബിന്നിനെ പറ്റിയിട്ടുള്ള, കാരണം ഇവിടെ വേസ്റ്റ് കളക്ഷനും അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അതും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക, അതെങ്ങനെയാണ് റീസൈക്കിൾ ബിന്ന്, ജനറൽ വേസ്റ്റ്, അങ്ങനെ ഓരോരോ ബിന്നുകളുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ എടുക്കുക. പിന്നെ വേറൊരു കാര്യമാണ് ഇലക്ട്രിസിറ്റി ഗ്യാസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മേക്ക് ഷ്യൂർ ചെയ്യാന്നുള്ളത്. അത് ഏജന്റിനോട് ചോദിക്കുക, ഇവിടെ ആവറേജ് ഈ വീടിന് എത്രയാണ് ബില്ല് വരണേന്ന് ചോദിക്കുക. ചില ഏജൻസിന് അറിയണ്ടാവില്ല, ചിലർ പറയും ലാൻഡ് ലോഡ് ചോദിച്ചിട്ട് പറയാമെന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ ബോയിലറിൻ്റെ കേസിൽ കോമ്പി ബോയിലർ ഉണ്ട്, പിന്നെ വാട്ടർ വെച്ചിട്ട് സിലിണ്ടറിൽ ബോയിൽ ചെയ്യണ ഹീറ്റിംഗ് ഉണ്ട്. അപ്പോൾ കോമ്പി ബോയിലർ ആണെങ്കിൽ അത് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ചൂടാവും. അതുപോലെ തന്നെയാണ് സെയിം തന്നെ കുക്കിങ്ങിൻ്റെ കേസിൽ വരുമ്പോൾ സ്റ്റൗവിൻ്റെ കേസിൽ ഇലക്ട്രിക് സ്റ്റൗ ഉണ്ട്, ഗ്യാസിൻ്റെ സ്റ്റൗ ഉണ്ട്. ഇലക്ട്രിക് സ്റ്റൗ എപ്പോഴും കറണ്ട് കുറച്ച് ചാർജ് കൂടുതലായിരിക്കും, ഗ്യാസിൻ്റെ വരുമ്പോൾ കുറച്ചുകൂടെ ചീപ്പായിരിക്കും. അപ്പോൾ ചില കേസസിൽ ചിലപ്പോൾ റെൻറ്റ് കുറവാണെങ്കിലും ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. അപ്പോൾ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ആ സാധനങ്ങളൊക്കെ അത് മറ്റേ ഇലക്ട്രിക് ആണെങ്കിൽ നിങ്ങൾക്ക് ആ എനർജി ബിൽസിൻ്റെ കേസിൽ അത് ഹൈ ആയിരിക്കും, പാർക്കിംഗ് ഇല്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ പിന്നെ നിങ്ങൾ ചോദിക്കുക അവരോട്, അതായത് ഡെപ്പോസിറ്റിൻ്റെ കാര്യം. നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ അവർ പറയും ചിലവർ പറയും 1 മന്ത് അഡ്വാൻസ് തരണമെന്ന് പറയും. അപ്പം 1 മന്ത് അതായത് 1 മന്ത് അഡ്വാൻസും കൊടുക്കണം, 1 മന്ത് ഡെപ്പോസിറ്റും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഒരു ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ ഏകദേശം 2 മാസത്തെ റെൻ്റാണ് നമ്മൾ ഒന്നിച്ച് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നീട് ഈ 1 മന്ത് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അത് നിങ്ങൾ നമ്മളിപ്പോൾ 6 മന്ത് കോൺട്രാക്റ്റ് ആണെങ്കിൽ ആ 6 മന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും കേടുപാടുകളോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ എമൗണ്ട് അങ്ങ് എടുക്കും. ഏജൻസി ത്രൂ നമ്മൾ വീട് എടുക്കുമ്പോഴൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ സാധാരണ ഏജൻസീസ് അവരൊരു വലിയൊരു ഇൻവെൻറ്ററി നമുക്ക് തരും. അതിനകത്ത് ഒരു ലിസ്റ്റ്, ഒരു ഫ്ലാറ്റ് നമ്മൾ എടുക്കണമെങ്കിൽ ആ ഫ്ലാറ്റിൻ്റെ മുക്കിലെ മൂലയ്ക്കുള്ള, ഞങ്ങളൊക്കെ എടുത്തിട്ടുള്ള കാര്യമാണ് പറയണേ, മുക്കിൻ്റെ മൂലയ്ക്കുള്ള എല്ലാ ഫോട്ടോസും നമുക്ക് ഉണ്ടാവും. ഒരു വലിയൊരു ബുക്ക് പോലെ അവർ തരണേ. കാരണം ആ ഫ്ലാറ്റ് നമ്മുടെ കയ്യിൽ എങ്ങനെയാണ് തന്നതെന്നുള്ളതിന് അത് പ്രൂഫായിട്ടാണ് അവരെല്ലാം ഫോട്ടോ എടുത്തിട്ട് ഒരു നല്ല രീതിയിൽ ലാമിനേറ്റ് ഒക്കെ ചെയ്തിട്ടൊക്കെ നമുക്ക് തരുന്നത്.
അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നിത് വെക്കേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. വീട് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന്, അതായത് ഏജൻസിയുടെ ആളാണോ ആരാണെന്ന് അറിയത്തില്ല കേട്ടോ, ഒരാൾ ചെക്കിങ്ങിന് വരും, ഇൻസ്പെക്ഷന് വരും. ഇൻസ്പെക്ഷന് വന്നിട്ട് ഈ വീട് മൊത്തം ചെക്ക് ചെയ്യും. അത് ഓരോ ഏജൻറ്റിനെ അനുസരിച്ചിരിക്കും. ചില ഏജൻസിക്കാർ കുറച്ചുകൂടെ ലിബറൽ ആയിരിക്കും. ഞങ്ങൾ ഒരു തവണ വീട് എടുത്തപ്പോൾ ഞങ്ങൾ മാക്സിമം ആ വീട് ക്ലീൻ ചെയ്ത്, ഫ്ലാറ്റ് ക്ലീൻ ചെയ്ത് എടുത്തേ. പക്ഷെ എന്നാൽ പോലും അവർ ഡോറില്ലേ, ഡോറിൻ്റെ പൊക്കത്ത് പൊടി ഉണ്ടെന്നും പറഞ്ഞിട്ട്, അത് അവർ ചെക്ക് ചെയ്യുന്ന നമ്മൾ വിചാരിക്കുന്ന പോലും ഇല്ല, പൊടി ഉണ്ടെന്നും പറഞ്ഞിട്ട് അത് 60 പൗണ്ട് അങ്ങനെ എടുത്തു. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യത്തിന് ഇനിയിപ്പോൾ അന്ന് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചുമർമ വരയ്ക്കുക അല്ലെങ്കിൽ വല്ല കേടുപാട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അവർ എമൗണ്ട് എടുക്കുക. അവർ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ആ ഡെപ്പോസിറ്റ് മാക്സിമം പിടിക്കാൻ നോക്കും. അപ്പോൾ മാക്സിമം ഈ റെൻറ്റിന് എടുക്കുന്ന വീടുകളൊക്കെ ആകുമ്പോൾ മാക്സിമം അഴുക്ക് പറ്റിക്കാതെ കുറച്ച് വൃത്തിയിൽ സൂക്ഷിക്കാൻ നോക്കുക. പക്ഷെ നമ്മൾ വീട് എടുക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ അവർ ഓൾറെഡി എല്ലാം ഫോട്ടോ എടുത്ത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അവർ മിസ് ചെയ്തേക്കണ എന്തെങ്കിലും ഡാമേജ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺ ദ സ്പോട്ട് തന്നെ അവരെ ഇൻഫോം ചെയ്യുക. ഒന്നെങ്കിൽ ഞങ്ങളൊക്കെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് മെയിലായിട്ട് ആ ഫോട്ടോ അയച്ചിട്ട് അവരെ ഇൻഫോം ചെയ്യുക ചെയ്തത്, ഇന്ന ഇതുണ്ട് എന്നുള്ള രീതിയിൽ. കാരണം ഇപ്പോൾ ബെഡും ഞങ്ങൾ ഫർണിഷ്ഡ് ഫ്ലാറ്റ് എടുത്തത്, അപ്പോൾ മാട്രസും കാര്യങ്ങളെല്ലാം നമ്മൾ പൊക്കിയൊക്കെ നോക്കിയായിരുന്നു എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്ന്. കാരണം വൺസ് അപ്പം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് 1-2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് കാണണമെങ്കിൽ പിന്നെ അത് നമ്മുടെ പ്രശ്നമാണ്. നമ്മളാണ് ആ എന്ത് പ്രോബ്ലം പിന്നീട് വന്നാലും അത് നമ്മളുണ്ടാക്കിയതെന്ന് അവർ പറയത്തുള്ളൂ. അതുകൊണ്ട് നമ്മളത് ശരിക്കും അത് ചെക്ക് ചെയ്യണം, അത് ശരിക്കും ഇൻസ്പെക്ട് ചെയ്യണം. അത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് കിട്ടാം. ഇപ്പം നമ്മൾക്കിപ്പോൾ വീട് ഇൻട്രസ്റ്റഡ് ആണ്, നമ്മൾ ഓക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട് കിട്ടണമെന്നില്ല. അവർക്ക് അവരുടേതായ കുറേ ചെക്കിങ്സ് ഉണ്ട്. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ചെക്കിങ്സ് ആണ്. അപ്പം നമ്മുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് എംപ്ലോയർ ലെറ്ററോ അവരെന്താ പറയണത് ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ചിലപ്പോൾ സാലറി സ്ലിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ചിലവർ 3 months പേ സ്ലിപ്പ് ചോദിക്കും. ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ സെറ്റിൽ അയക്കുന്ന ആൾക്കാരാണെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ നോക്കും, അവർ നമ്മുടെ ക്രെഡിറ്റ് സ്കോറൊക്കെ ചെക്ക് ചെയ്യും. നമ്മൾക്ക് ഓൾറെഡി ഇത് അഫോർഡ് ആണോ, നമ്മുടെ സാലറിയും ഈ റെൻറ്റും വെച്ചിട്ട് നമുക്ക് പേ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾക്കൊരു വീട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ആ വീട് തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. അവരും അവരുടേതായ രീതിയിൽ കുറേ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. അത് ഏജൻസി കുറച്ച് തലവേദനയാണ്. പക്ഷേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനെ പറ്റിയും വറി ചെയ്യേണ്ട. നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു ഫോൺ അപ്പം തന്നെ അത് ശരിയാക്കി കിട്ടും. ഇപ്പം ഞങ്ങൾ വീട് എടുത്തതിന് ശേഷം ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിങ്ങോ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. ഒരാളെ കണ്ടുപിടിച്ച് അത് നന്നാക്കി എടുക്കുക. അത് ചിലപ്പോൾ ഇവിടെയൊക്കെ ഹീറ്റിങ്ങിനൊക്കെ കംപ്ലൈൻറ്റ് വന്നാൽ നല്ല എമൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഏജൻസി ത്രൂ നമ്മൾ വീട് എടുക്കുകയാണെങ്കിൽ ആ ഒരു തലവേദനയൊന്നുമില്ല. ഞങ്ങൾ പ്രൈവറ്റ് ലാൻഡ് ലോഡ് വഴിയും വീട് എടുത്തിട്ടുണ്ട് വന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ലാൻഡ് ലോഡ്സ് ഭയങ്കര മടിയന്മാരായിരിക്കും. നമ്മൾ എത്ര പ്രാവശ്യം വിളിച്ചാലെന്നറിയോ ഓരോ കാര്യങ്ങൾ ശരിയാക്കി കിട്ടുന്നത്. ഇപ്പോൾ ഹീറ്റിങ്ങിനോ അല്ലെങ്കിൽ വല്ല ടാപ്പിനൊക്കെ കംപ്ലൈൻറ്റ്, എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ അവർ പെട്ടെന്ന് വരും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഏജൻസി ത്രൂ ആണെങ്കിൽ അവർ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് ചെയ്തു തരും. പക്ഷേ വേറൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. എല്ലാ കാര്യങ്ങളും കുറച്ച് എക്സ്പെൻസീവ് ആണ്. റെൻറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരു പ്രൈവറ്റ് ലാൻഡ് ലോഡിൽ നിന്ന് ഒരു 50 പൗണ്ടൊക്കെ കുറച്ച് കൂടുതലുണ്ടാവും. ഇനിയിപ്പോൾ വീട് നമുക്ക് ക്രെഡിറ്റ് സ്കോറും എല്ലാം ചെക്ക് ചെയ്ത് നമുക്ക് അവർ ഓക്കെ ആണെന്ന് പറയുവാണെങ്കിൽ അവരൊരു ടെനൻസി എഗ്രിമെൻറ്റ് തരും. അപ്പോൾ ആ ടെനൻസി എഗ്രിമെൻറ്റ് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുക അവർ എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്നുള്ളത്. ചിലപ്പോൾ ചില ടെനൻസ് പറയുന്ന, ചില ലാൻഡ് ലോഡ്സ് പറയുന്നത് 3 months കോൺട്രാക്റ്റ് ആയിരിക്കാം, ചിലർ 6 months ആയിരിക്കാം. ഇപ്പോഴത്തെ റൂൾ അനുസരിച്ചിട്ട് എന്തോ 1 month കോൺട്രാക്റ്റും കണ്ട് പാടുള്ളുന്നുണ്ട്. എന്നാൽ പോലും ചിലവർ 6 months കമ്പൽസറി ആയിട്ട് പറയും. അപ്പോൾ നമ്മൾ നോക്കാം മിനിമം എത്ര കോൺട്രാക്റ്റ് കിട്ടുന്നു അതായിരിക്കും ആദ്യം എടുക്കുന്നത് നല്ലത്. കാരണം നമുക്ക് നമ്മുടെ നെയ്ബേഴ്സ് എങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ ഫ്ലാറ്റാണ് താമസിക്കണമെങ്കിൽ മേളിലുള്ള ആൾക്കാരെ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മേളിൽ താമസിക്കണമെങ്കിൽ താഴെയുള്ളവർ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സൗണ്ടൊക്കെ ഉണ്ടാക്കി കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഇപ്പോൾ ഓട് ചാടൊക്കെ ചെയ്യുമ്പോൾ താഴെയുള്ളവർ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്, നമുക്ക് ബുദ്ധിമുട്ടല്ലേ. പക്ഷേ കോൺട്രാക്റ്റ് ഉണ്ട്, 6 month കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ 6 മാസം കഴിയാണ്ട് നമുക്ക് മൂവ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ കോൺട്രാക്റ്റ് ഏറ്റവും മിനിമം ഉള്ള കോൺട്രാക്റ്റ് നോക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഓക്കെ ആണ്, നമ്മളവിടെ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും വീട് മാറാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരു സെയിം അഡ്രസ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 6 month നമ്മൾ താമസിച്ചിട്ട് നമ്മൾ ഓക്കെ ആണെങ്കിൽ ചില ലാൻഡ് ലോഡ്സ് പറയും നിങ്ങൾക്ക് ഇനി കോൺട്രാക്റ്റിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് 1 month നോട്ടീസ് തന്നാൽ മതി, എപ്പോൾ വേണമെങ്കിലും പോവാം. പക്ഷെ 1 month നോട്ടീസ്, ഒരു മാസം മുന്നേ നമ്മൾ അവരെ ഇൻഫോം ചെയ്യണമെന്ന് പറയും. ചില ലാൻഡ് ലോഡ്സ് പറയും 6 month കഴിഞ്ഞാൽ വീണ്ടും 6 month നമ്മൾ റിന്യൂ ചെയ്യാൻ പറയും.
അപ്പോൾ 6 മന്ത് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളൊന്ന് ഫ്രീ ആവുന്നത്. അത് 1 മന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു കമ്പൽസറി പറയത്തില്ല, പിന്നെ ഒരു 1 മന്ത് നോട്ടീസ് കൊടുക്കണമെന്നേ പറയത്തുള്ളൂ. 1 മന്ത് നോട്ടീസ് വെച്ചാൽ ഒരു മാസം മുന്നേ നമ്മൾ പറയും, നമ്മൾക്കിപ്പോൾ വൺസ് നമ്മളൊരു വീട് വാങ്ങുകയാണ് അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ 1 മന്ത് മുന്നേ ഒന്ന് ഇൻഫോം ചെയ്താൽ മാത്രം മതി. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മൾ വീട് വൺസ് നമ്മൾ ഓക്കെ ആണെന്ന് കണ്ട് നമ്മൾ ആ വീട് എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ന് ആ വീട്ടിൽ താമസിക്കണം. നമുക്ക് എന്ന് കീ കിട്ടുന്നു അന്ന് അവരുടെ മീറ്റർ റീഡിംഗ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇംഗ്ലണ്ട് ഏരിയയിലേക്കാണ് വാട്ടറിന് മീറ്റർ ഉണ്ട്. ഇവിടെ നമുക്ക് വാട്ടർ ഫ്രീ ആണ് സ്കോട്ട്ലാൻഡിൽ. അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ മീറ്റർ ഉണ്ട്. അപ്പോൾ ആ മീറ്ററിൻ്റെ ഫോട്ടോ നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നുകിൽ അവർ മെയിൽ, എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഫോട്ടോ എടുത്തിട്ട് ആ മെയിൽ അയച്ച് വെക്കുകയാണെങ്കിൽ അതൊരു പ്രൂഫാണ്. ശരിക്കും മീറ്റർ റീഡിങ് അവർക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഓരോ ഗ്യാസിനും ഇലക്ട്രിസിറ്റിക്കൊക്കെ ഓരോ സപ്ലയർ ഉണ്ടാവും. അപ്പം ചിലപ്പോൾ പ്രീവിയസ് ടെനൻസിൻ്റെ സപ്ലയർ ആയിരിക്കത്തില്ല നമ്മൾക്ക് വേണ്ടത്. നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നുന്നത് വേറെ സപ്ലയർ ആയിരിക്കാം. അപ്പോൾ നമുക്കത് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺസ് നമ്മളിവിടെ മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ 1-2 ആഴ്ചക്കുള്ളിൽ പുതിയ ആൾക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവർ ചോദിക്കും പഴയ റീഡിങ് എത്രയാണ് നമ്മളോട് ചോദിക്കും. അപ്പോൾ പഴയ റീഡിങ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്ത് വെച്ചാൽ അത് പറയാൻ പറ്റത്തുള്ളൂ. വൺസ് നമ്മളത് എടുത്തിട്ടില്ലെങ്കിൽ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചാൽ പ്രീവിയസ് ടെനൻസ് ഇപ്പോൾ പോയിട്ട് 1-2 മാസമായിട്ട് ആ വീട് അവിടെ വെറുതെ കിടക്കുമായിരുന്നു, അല്ലെങ്കിൽ വേറെ ആൾക്കാർ വന്ന് താമസിക്കുന്നു, അങ്ങനെ അതിന് മുന്നത്തെ എത്ര റീഡിംഗ് ആണോ അതിൻ്റെ എമൗണ്ടും കൂടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ റെന്റ് പോകുന്ന ഡയറക്റ്റ് ഡെബിറ്റ് ത്രൂ ആയിരിക്കും. അവർ അത് ഒന്നുകിൽ ഏജൻസി അല്ലെങ്കിൽ നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് വെച്ചിട്ട് നമ്മളൊരു ഫിക്സഡ് ഡേറ്റ് വെച്ചിട്ട് ഡയറക്റ്റ് ഡെബിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ മാസവും 5-ാം തീയതി ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് റെന്റ് പോകുന്നത്. അപ്പം നമ്മൾ മേക്ക് ഷുവർ ചെയ്യാൻ നമ്മുടെ അക്കൗണ്ടിൽ ആ എമൗണ്ട് എപ്പോഴും കാണണമെന്ന്. കാരണം ഏതെങ്കിലും ഒരു മാസം റെന്റ് പോയില്ലെങ്കിൽ നമുക്കത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. നമുക്ക് ഒന്നുകിൽ പെനാൽറ്റി വരും, അല്ലെങ്കിൽ ടെനൻസി അഗ്രിമെൻറ്റ് ബ്രേക്ക് ആയി പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രെഡിറ്റ് സ്കോറിനെ അത് അഫക്റ്റ് ചെയ്യും. പിന്നീട് ഒന്നുകിൽ നമുക്ക് നാളെ ഒരു പുതിയ വീട് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ വേറൊരു വീട് റെൻറ്റിന് എടുക്കാൻ തന്നെയാണെങ്കിലും അവർ നമ്മുടെ ഹിസ്റ്ററി ക്രെഡിറ്റ് സ്കോറൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഇത് കാണാൻ പറ്റും. അപ്പോൾ അത് നെഗറ്റീവായിട്ട് നമ്മളത് അഫക്റ്റ് ചെയ്യും. സോ എപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ ആ എമൗണ്ട് ഉണ്ടോ എന്ന് മേക്ക് ഷുവർ ചെയ്യാം. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റി പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി അടുത്ത് എടുക്കുകയാണെങ്കിൽ നല്ലത്. ഷോപ്പിംഗ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ള അതെല്ലാം അടുത്തുള്ളത് നല്ലത്. എപ്പോഴും യൂണിവേഴ്സിറ്റിയിൽ വർക്ക് പ്ലേസ് വർക്കിന് പോകുന്ന ആളോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോകുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ അടുത്ത് എപ്പോഴും വീട് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ബസ് റൂട്ടുള്ള ഒരു ഏരിയ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ബസ് റൂട്ട് ആണെങ്കിൽ പോലും ഇവിടെ ബസ്സിനായാലും അത്യാവശ്യം പൈസയൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ് ബസ്സിന് പോകാന്ന് പറഞ്ഞാൽ. പിന്നെ എക്സ്പെൻസീവിനേക്കാളും കൂടുതൽ ടൈം കൺസ്യൂമിങ് ആണ്. ചിലപ്പോൾ നമുക്ക് കാറിനൊക്കെ ആണെങ്കിൽ 5-10 മിനിറ്റ് പോകേണ്ട സാധനം ബസ്സാണെങ്കിൽ വളഞ്ഞു പിടിഞ്ഞായിരിക്കും പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കുറച്ച് ബോറിംഗ് ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതെനിക്ക് കുറച്ച് ഡൗട്ട് വന്നു കേട്ടോ ആൾക്കാർ. അതായത് ഇപ്പോൾ ഒരു കൊച്ചുണ്ടെങ്കിൽ ഇപ്പോൾ 2 കുട്ടികളുള്ള ഒരു ഫാമിലി ആണെങ്കിൽ 1 ബെഡ്റൂം എടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആണോ, അവർക്ക് 2 ബെഡ്റൂം വേണമെന്നുണ്ടോ, അങ്ങനെയൊക്കെ. ശരിക്കും ഇവിടെ അത് അവർ കമ്പൽസറി ആയിട്ട് പറയുന്നില്ല. നമ്മുടെ വിസ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് 5 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു സെപ്പറേറ്റ് റൂം കൊടുക്കണം എന്നാണ് വിസ റിക്വയർമെന്റിൽ പറയുന്നത്. പക്ഷെ ലാൻഡ് ലോഡ്സ് ഒന്നും അതൊത്തിരി കമ്പൽസറി ആയിട്ട് പറയുന്നില്ല. ചിലവർ പറയുമായിരിക്കും നിങ്ങൾക്കിപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട്, 2 കുട്ടികളുണ്ടെങ്കിൽ 1 ബെഡ്റൂം ഫ്ലാറ്റ് എങ്ങനെ തരണേന്നൊക്കെ ചില ലാൻഡ് ലോഡ്സ് ചോദിക്കുമായിരിക്കും. പക്ഷെ അത് വലിയ ഇഷ്യൂ വരുന്നില്ല. അതുപോലെ തന്നെ അത് അത്ര വലിയ കമ്പൽസറി ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് അവർ മോണിറ്റർ ചെയ്യുന്നില്ല. പക്ഷെ ഇതൊരു വിസ റിക്വയർമെന്റിൽ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്യൂ വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അതൊരു സ്ട്രിക്റ്റ് അല്ല. വീടിൻ്റെ ഈ ഫയർ അലാംസ് എങ്ങനെയാ സെറ്റിങ്സ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇൻഷുറൻസ് ഉണ്ടോയെന്ന് നോക്കുക. പിന്നെ കൗൺസിൽ ടാക്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ കൗൺസിൽ ടാക്സ് വരുന്നില്ല. സ്റ്റുഡൻസിന് കൗൺസിൽ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷേ ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണ് വരണേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ അതിലൊരാൾ സ്റ്റുഡൻ്റ് ആണ്, ഒരാൾ ഫുൾ ടൈം എംപ്ലോയി ആണ്. അതായത് നമ്മൾ പാർട്ട് ടൈം ജോബ് ചെയ്യുമല്ലോ അടുത്ത ആൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് കൗൺസിൽ ടാക്സ് പേ ചെയ്യണം. പക്ഷെ അവർക്ക് 30% ഡിസ്കൗണ്ട് ഉണ്ട്. ഫുൾ എമൗണ്ട് പേ ചെയ്യേണ്ട, 30% റിഡക്ഷൻ ഉണ്ട്. പക്ഷെ അല്ലാതെ സ്റ്റുഡൻസ് മാത്രം ഇപ്പോൾ സ്റ്റുഡൻസ് മാത്രമായിട്ട് വരത്തില്ലേ, മാരീഡ് അല്ല ഡിപ്പെൻഡൻസ് ഇല്ലാണ്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കൗൺസിൽ ടാക്സിനെ പറ്റി ബോധറേ ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് കൗൺസിൽ ടാക്സ് ഇല്ല. ഓൾമോസ്റ്റ് ഞാൻ എല്ലാ കാര്യങ്ങളും തന്നെ കവർ ആക്കിയെന്ന് വിചാരിക്കണം. കുറച്ച് വലിച്ചു നീട്ടി കുറച്ച് ബോറിംഗ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.